ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഫ്രീ ഫയർ മാത്രമല്ല കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഗൈസ്, ഇതൊരു സർവൈവർ ഗെയിമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ലോഡിങ് ആണ്. അപ്പോൾ എന്താ പറയാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലോഡായി വരട്ടെ. ഗൈസ്, അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുണിയൊന്നും ഇല്ലാണ്ടാണ് നടക്കണേ. അയ്യോ, അടിച്ചതിന് വീണ്. മഴയൊക്കെ അല്ലേ, തെന്നലൊക്കെ ഉണ്ടാവൂല്. ജസ്റ്റ് ഒന്ന് അടിച്ചതിന് വീണ്. കല്ലും കൊണ്ട് അടിക്കാൻ, ചാടാൻ, ഇത് ഇടിക്കാൻ. ഓക്കെ, എന്താണ്ടോ എടുക്കാൻ കാണിച്ചായിരുന്നല്ലോ. നടുവാ അതേനോ പിക്ക്. ഓ, ബെറീസ്. ബെറീന്ന് തന്നെ ടൈം പറഞ്ഞു. ഓ, ബെറീസ് എടുത്തിട്ടുണ്ട്. എന്താണ്ട് ഇതിനെ കണ്ടിയാൾ പേടിച്ച് അവിടെ എന്താണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. അമ്പടെ പുളിസു ഈ ജീവനെ കണ്ടിട്ടാണ് നീ പേടിച്ച. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയാനെ. ദേ അത് ഇപ്പുറത്തെ വഴി പറഞ്ഞു. നമുക്ക് ഇങ്ങോട്ട് മേളിൽ കയറിക്കാം. അപ്പം അത് പിന്നെ ഇത് കൊള്ളാലോ കളി. വാട 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 അയ്യോ വാട വാട ഐ അയ്യോ കേറും അയ്യോ വാട വാട ഐ അലോ അലോ രണ്ടൂന്നും അടിക്കാൻ തീർക്കാം നമ്മൾ. ഇതൊക്കെ എന്ത് അതൊക്കെ നമ്മൾ പണ്ടേ ഫീൽഡ് ഔട്ട് ആയതല്ലേ. ഓയസ്, നമുക്കൊരു ജെട്ടി മാറ്റി ഇപ്പോൾ പാൻറ് കിട്ടിയിട്ടുണ്ട്. ജെട്ടിയിട്ടുണ്ടാവോ എന്തോ. നമുക്ക് പാൻറ്റൊക്കെ കിട്ടി. നമുക്കിങ്ങനെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് പോവാം. ഐസൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഇതിൽ വീടൊക്കെ പണിയാൻ പറ്റുന്നതാണ് കേട്ടോ തോന്നുന്നത്. വീട് പണിയാൻ പറ്റുമായിരിക്കും. ഇതും കൊണ്ട് മരം വെട്ടാൻ പറ്റും. പറ്റുമല്ലോ. ഇതേനാ ട്രീൻ്റെ ഹെൽത്തൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. കിട്ടും ഒറ്റ കണ്ട്. കിട്ടി. ഇതെങ്ങനെ കളക്ട് ചെയ്യണ്ടേ? ഇങ്ങനെ ഓരോ വടിയായിട്ട് കളക്ട് ചെയ്യണു. ഭയങ്കര പണിയാണല്ലോ. എന്താണ്ടൊക്കെ ഒരു ഇലയൊക്കെ പറിച്ചെടുക്കണ്ട. എന്തിനാണോ എന്തോ. ഈ ഇലയും കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഗൈസ്, നമ്മുടെ കയ്യിൽ കളക്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വുഡ് 15 വുഡ് കയറിയിട്ടുണ്ട് കയ്യിലോട്ട്. പിന്നെ എൻ്റെ സൗണ്ട് മൈക്ക് അടുത്ത് വെച്ച് പറയണ കാരണം ഭയങ്കര എയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് കമൻ്റൊക്കെ ചെയ്യണം. നിങ്ങൾ കമൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയ്ക്കൊക്കെ വ്യൂവേഴ്സ് ഭയങ്കര കുറവ്. ആരും കാണാനുള്ള വീഡിയോ എന്നാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ അങ്ങോട്ട് കമൻറ്റ് ചെയ്തു. അത് ഓർത്ത് മടിയൊന്നും നമ്മൾ വിചാരിക്കണ്ട. എന്താണ് തോന്നുന്നത് അതങ്ങോട്ട് കമൻറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. എന്താണ്ടൊക്കെയൊക്കെയോ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണോ എന്തോ. നിങ്ങൾക്ക് പിന്നെ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ബോറിംഗ് ആണെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യും. അതൊക്കെ നമുക്ക് മാറ്റി എടുക്കാൻ ശ്രമിക്കാം. ഇതിനെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. എൻ്റെ വീഡിയോ കാണാതൊന്നുമില്ല, എന്നാലും കാണണമെങ്കിൽ ഒരു ലൈക്കൊക്കെ അടി. കഷ്ടമുണ്ട്. ഇതുവരെയായിട്ട് വീഡിയോ ഇട്ടിട്ട് ആകെ ഞാൻ തന്നെ ലൈക്ക് അടിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. എന്താ അവസ്ഥയുള്ളത്? ഞാൻ തന്നെ ലൈക്ക് അടിച്ച് നോക്കണം ആദ്യമായിട്ടാണ്. നമുക്ക് ഇഷ്ടം പോലെ മരം വേണം വീട് പണിയാനേ. മറ്റേ ഈ എന്തോന്നാ അതിനെ പറയാം, വാൾ വെക്കാനായിട്ട് വാൾസ് കുറേ എണ്ണം പിടിപ്പിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരുമാതിരി ക്യാബിൻ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഡോർ പിടിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യണോ എന്തോ. നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് എനിക്ക് എങ്ങനെ അറിയാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
പാർട്ട് 2 ഇറക്കൂല, ഇതോടുകൂടെ നിൽക്കും. ഇഷ്ടപ്പെടണമെങ്കിൽ പാർട്ട് 2 വേണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇനി തൊട്ട് കമൻറ്റ് ബോക്സ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. അതെന്താണ്ടോ ഒരു സൗണ്ട് ആ തകരാറെന്ന് കണ്ട് പറയൂലേ ആ സാധനം, അത് അങ്ങനത്തെ ഒരു തകരാറ് പറ്റിയതാണ്. അത് റെസ്ട്രിക്ട് മോഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ചാനൽ തുടങ്ങിയേക്കണവർക്കൊക്കെ അറിയാൻ പറ്റും. അത് ഓണായി കിടക്കണമായിരുന്നു. അതിൽ പിന്നെ കമൻറ്റ് കിട്ടാത്തത് പതിവായിരുന്നു. സോറി. ഇടക്കിടക്ക് ബിൽഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്, കഷ്ടം. ഓ ആക്സ് ഇട്ടിട്ട് അതിൽ നമ്മൾ സ്പിയർ ഇടില്ല, ആ സ്പിയർ ഉണ്ടാക്കാൻ പറ്റിയത് നല്ലായിരുന്നു. പറ്റും ഉണ്ടാക്കി നമുക്ക് വീട് പണിയാൻ പറ്റുമോ നോക്കാം. ഓ സ്പിയർ എറിയാൻ പറ്റും ഗൈസ്. ഇതിന് നമ്മൾ സ്പിയർ നിർത്തിയിരുന്നു, അത് കളക്ട് ചെയ്തു എടുത്ത് കയ്യിലോട്ട്. നമുക്ക് പയ്യെ ഒരു വാൾസ് പണി തുടങ്ങാം. അത്ര വലുതാക്കി പണിയാനായിട്ടുള്ള വുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അപ്പം നമുക്ക് ചെറുതെല്ലാം പണിയാം. ഇവിടെ നമുക്ക് ക്യാബിൻ പോലെ കുറച്ച് പുറത്തോട്ട് എടുത്താലോ. ഇവിടെ നിന്ന് എടുക്കാം, ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റൂം കട്ടിലൊക്കെ പണിയാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ റൂം കൊടുക്കാം. നമ്മുടെ അല്ലേ എൻ്റെ റൂം, ഒരു തെണ്ടീനെ അതേ കേട്ടില്ലേ. വയസ്സ് ഇത് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറ്റുമെങ്കിൽ വല്ല ഫ്രണ്ട്സിനെ കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കളിപ്പിക്കാം. സോറി, ഇത് ഒരു ഇതുണ്ടായിരുന്നു മൈക്കിൻ്റെ ആണത്. മൈക്കിൻ്റെ നമുക്കിങ്ങനെ കോൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും, ഫ്രണ്ടൊക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റണം. അതൊന്ന് അലവ് ചെയ്യാൻ വേണ്ടി കാണിച്ച്. സോറി, അത് ബുദ്ധിമുട്ടായെങ്കിൽ ഓക്കെ, ക്ഷമിക്കണം. ഞാൻ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ പോയത് എന്തെങ്കിലും കണ്ടെയ്നറിലുണ്ടാവും നോക്കിയിട്ടാണ് പോയത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊള്ളായിരുന്നു. മരം വെട്ടി മടുത്ത്. എനിക്കാണെങ്കിൽ വെള്ളമൊക്കെ കുറവാണ്, ഫുഡും കുറവാണ്. ഇപ്പോൾ വല്ല മാന കടുവ അതെല്ലാം ഉണ്ടാവും ഇതിൽ. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യും. അറ്റാക്ക് ചെയ്തൊന്നുമില്ല, കുന്തെടുത്താണ്ട് എറിയും, അത്രേ ഉള്ളൂ. ആരോ ഇട്ടട്ടെ. ഇതും കൂടി വെട്ടാനല്ല, ഇനിയും കുറേ വെട്ടാൻ കിടപ്പുണ്ട്. ഇത്ര മരം, അയ്യോ അത് നെഞ്ചത്ത് വീണാനെ. ഇത്ര മരം ഒന്നും പോരാ. എന്തുട്ടാ അടയാളപ്പെടുത്തി കാണിക്കുന്നത്? കൈസ് മാനല്ലേ. അയ്യോ എറിഞ്ഞിട്ട് കൊണ്ടില്ല. അടുത്തോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത് പോവും. ആക്സോ ജോലിക്കുള്ള വേണ്ട, ഇത് വെച്ച് തന്നെ എറിയ. കൊള്ളാനുള്ള ഓടരുത്. നീണ്ടടിച്ചിട്ട് അടുത്ത് എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എറിഞ്ഞത്. മീറ്റൊക്കെ എടുക്കാൻ പറ്റും. എന്തിനാ കല്ലെടുത്ത് ക്ലോസ് കൊടുത്ത് അവിടുന്ന് മാറി അമ്പ് എടുത്തിട്ട് എന്തായാലും ചെയ്യട്ടെ. മറ്റെന്താണ്ടോ സാധനമൊക്കെ പറിച്ചോണ്ട് കല്ലായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാണ്ട് കളിക്കുകയാണെങ്കിൽ അധികം സംസാരിക്കാണ്ട് എനിക്ക് ക്ഷമിക്കണം. കാരണം അത് ആദ്യമായിട്ട് ചെയ്യണേ എന്തുകൊണ്ടൊക്കെ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. സർവൈവൽ ഗെയിമൊക്കെ ആദ്യമായിട്ട് കളിക്കണം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ഫോണിൽ കളിക്കാൻ പറ്റും കേട്ടോ. ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും ഇത് ഫോണിൽ കളിക്കാൻ പറ്റിയ ഗെയിമാണ്. അല്ല എന്താ പൊട്ടന്മാരാ നിങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ട് പോകുന്ന സാധനം കണ്ടറിഞ്ഞൂടെ ഫോണിൽ കളിക്കുന്നത്? അല്ല ഞാൻ എന്താ പൊട്ടന? നമുക്ക് ഇവിടെയൊക്കെ അല്ലേ കൈസ് വാതിലിനോട് കുറച്ച് ഇപ്പുറത്തായിട്ട് ക്യാമ്പ് ഫയറൊക്കെ ഓക്കെ കണ്ടോ കാണിച്ചല്ലോ.
കേട്ടോ. ഷോ റെസിപ്പിയാ. എന്നിട്ട് വുഡൻ ഡബിൾ ടാപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാർട്ട്. ഓക്കെ, 2 ഡബിൾ ടാപ്പ്. എന്നിട്ട് ഈറ്റ്. അപ്പോൾ ടേക്ക് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടേക്ക് ചെയ്യും. ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മളൊരു ഫ്രീ ബേർഡപ്പിൽ പറന്ന് നടക്കണാണ് കഴിച്ചത്. എന്ത് ചെയ്യാനും തയ്യാറാ. പോരട്ടങ്ങട് ഒരു മരം വെട്ടി നമുക്ക് 10 കൂട്ട് കിട്ടും കൈസ്. ഇതിനെക്കാട്ടും വലിയ മരം ഉണ്ട്. അപ്പോൾ ഒരു മരത്തിൽ തന്നെ ഒരു 50 കൂട്ടൊക്കെ കിട്ടണമെങ്കിൽ പണി ഭയങ്കര എളുപ്പമായതിന്. കൈസ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പാണോ? ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ കമൻറ്റ് ബോക്സൊക്കെ ഓണാക്കിയിട്ടാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം. മടുപ്പാണെങ്കിൽ ഞാൻ ഇനി തൊട്ട് ഈ വീഡിയോ ഇടത്തില്ല. ഈ സർവൈവൽ ഗെയിമിൻ്റെ ഇപ്പോൾ ഞാൻ കളിക്കുന്ന ഗെയിമിൻ്റെ വീഡിയോ എന്തായാലും ഇടത്തില്ല. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാർട്ട് 2 ഇറക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ഇറക്കാൻ പോകുന്നില്ല. മരമൊക്കെ ഇഷ്ടംപോലെ വെട്ടണം കൈസ്. ഭയങ്കര മടുപ്പാണ്. ആ മരം വെട്ടാൻ പറ്റുമോ? നമുക്കൊന്ന് മേളിൽ കയറി ചാടിയേക്കാം. ഇല്ലെന്നാവുന്ന കൈസ്. അടുത്ത് അയ്യോ 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 അയ്യോ. സാധാരണ ഈ മരത്തിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ നോക്കിക്കോട്ടെ, വേണ്ട ഒരു പച്ച സാധനം കണ്ട അതേപോലെ ഒന്ന് അതിൽ വരാനുള്ള. എൻ്റെ അടുത്ത് എന്ത് നമ്മൾ പൊട്ടം കളിച്ചാണ് വെട്ടാൻ പറ്റൂലെന്ന് ആ പച്ച സാധനം കണ്ടെത്തൊക്കെ മനസ്സിലാക്കാൻ. ഇതും കൂടി ഒറ്റയേക്കാം. വീഡിയോൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഈ തൊട്ട് കമൻറ്റ് ബോക്സ് ഓണാണെന്ന് ഞാൻ പല വട്ടം പറഞ്ഞായിരുന്നു. അപ്പോൾ കമൻറ്റും ചെയ്യുക. ഭയങ്കര ബോറ്. ആരെങ്കിലും മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഒറ്റ കളിക്കാൻ പറ്റിയ ഗെയിമല്ലേ ഗൈസ്. നിങ്ങൾക്ക് GTA 5 ഗെയിം പ്ലേ വീഡിയോ ആണെങ്കിൽ കമൻറ്റ്. ഞാൻ ഗെയിം എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് വേണമെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഡൗൺലോഡ് ചെയ്യണമല്ല, നമുക്ക് ഒരു 6 മിനിറ്റ് 15 മിനിറ്റ് ടൈം തരും. ആ സമയം നമുക്ക് കളിക്കാം. GTA 5 മിഷൻസ് ഉണ്ടാവും, കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. വേണ്ടവർ താഴെ പറയാം. ഒരു ക്ലൗഡ് ഗെയിമിങ് ആപ്പാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് ആകെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റിൽ GTA 5 എന്ന് പറഞ്ഞൊരു ഇതുകൂടാ. എനിക്ക് സബ്സ്ക്രൈബ് ഇപ്പം കണ്ട് എനിക്ക് 95 സബ്സ്ക്രൈബേഴ്സും കണ്ടു. എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ GTA 5 ഇടേണ്ട എങ്ങനെയെന്ന് പറഞ്ഞുതരാം. GTA 5 എടുത്ത് കളിക്കാനും പറ്റും. ഞാൻ ഇന്ന് രാവിലെയൊക്കെ ഇരുന്ന് കളിക്കണമായിരുന്നു. രാവിലെ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കളിക്കണമായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ കളിക്കണമായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി. അത് കൺട്രോളർ Xbox ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ Xbox ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പൈസ ഉണ്ടല്ലോ, വീട്ടിലിരുന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ പോരെ. അവർക്കൊന്നും പറഞ്ഞു തരില്ല കേട്ടോ. കൺട്രോളർ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ, അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കളിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇത് കൺട്രോളറിൻ്റെതേ കാണിക്കുള്ളൂ. കീബോർഡും കാണിക്കും, പക്ഷേ കീബോർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗെയിമിൻ്റെ ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒരുത്തൻ ചത്ത കിടപ്പുണ്ട്, എന്താണ്ട് ലെറ്ററും ഉണ്ട്. നിങ്ങളിത് വായിച്ചു നോക്കിക്കോ, ഞാൻ അനക്കാണ്ട് വെച്ച് തരാം.
ചെരിഞ്ഞൊക്കെ പോകും. നമ്മുടെ ക്യാരക്ടർ പറയണത് ഈ കാര്യം അവരുടെ ഭാര്യനെ പോയി അറിയിക്കണം, എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അവർക്ക് ചടങ്ങൊക്കെ ചെയ്ത് അയാൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതെന്തിനത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ ബാഗിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വെറുതെ തന്നാണ്. ഈ ഇൻവെൻട്രിയിൽ ഒരു 3 മീറ്റും ഒരു കുന്തവും കോടാലിയും ഒരു കല്ലും കൊണ്ടുപോകാനാണ്. ആ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് കളാം. കോടാലിയല്ലേ കയ്യിലിരിക്കണം. ഏത് മാക്കറി വന്നാലും തലക്കെട്ടടിച്ചാൽ പോരെ, ഓൺ ദ സ്പോട്ട് ഡെഡാവും. അത് എങ്ങാട് പോവാനാണോ അതോ വേറെ എങ്ങാടെങ്കിലും ആണ്? എന്താണ്ടൊക്കെ മാർക്ക് കാണിക്കണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഡോറ് പണിയണമെങ്കിൽ എന്താണ്ടോ 5 പുല്ലും കൂടി വേണം. ആ പുല്ല് ഞാൻ ഇനി അവിടെ പോയി ഒപ്പിക്കാനാ. പുല്ല് അതിഞ്ഞ അവിടെ പോയി ഒപ്പിക്കാനാ. നൈസായിട്ട് മുഞ്ചി. ആ പുല്ല് എവിടെ നിന്നും കിട്ടാനില്ലായിരിക്കും. നമ്മൾ ഈ ബാഗ് ഉണ്ടാക്കണ നേരം കൊണ്ട് ആ പുല്ല് എനിക്ക് വന്നു വെച്ചെങ്കിൽ ഞാൻ മര്യാദ ആ ഒരു ഡോറും പണിത് വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.